വാട്ടർ മെട്രോയിൽ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ സാറാൻ്റെ 3rd ബർത്ത്ഡേന് മുന്നേ ആളോട് പാപ്പ ചോദിച്ചു എന്തൊക്കെയാണ് ബർത്ത്ഡേ വിഷ് എന്ന് ചോദിച്ചേ. അപ്പോൾ ആൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിലുള്ളതാണ് ഈ ബോട്ട് യാത്രയും ട്രെയിനിൽ കയറണം, പിന്നെ ജീപ്പിൽ പോകണം. ആൾ ജീപ്പ് എന്ന് പറയുന്നത് ബീച്ചിനെയാണ്, ജീപ്പിൽ പോകണം, അങ്ങനെ കുറേ. അപ്പോൾ ആദ്യം കാക്കനാട് പോയിട്ട് കാക്കനാട് നിന്ന് വാട്ടർ മെട്രോയിൽ കയറി ഞങ്ങൾ വൈറ്റിലെത്തി. വൈറ്റിൽ നിന്ന് മെട്രോയിൽ കയറിയിട്ട് ലുലു മോളിൽ പോയി കുറേ ഗെയിമൊക്കെ കളിച്ചു. ആൾക്ക് സാറായും മാമായും ഈ കാക്കായും ഞാനും എല്ലാവരും കൂടെ കുറേ ഗെയിംസൊക്കെ കളിച്ചു. മറ്റേ ടോയ് എടുക്കുന്നതൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ ഒരു ടോയ് പോലും കിട്ടിയില്ല കേട്ടോ. ആളിങ്ങനെ ടി വിയിൽ വീഡിയോസ് കാണുമ്പോൾ പറയും എനിക്ക് അതിൽ പോകണം ഇതിൽ പോകണം. അങ്ങനെ ആളുടെ ബർത്ത്ഡേ വിഷിൻ്റെ ഭാഗമായിട്ട് ആൾ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാക്ക ലുലു കൊണ്ടുപോയപ്പം എല്ലാത്തിലും ഒന്ന് കയറ്റി ഇറക്കി കേട്ടോ. അവളുടെ മാമാടെ പ്ലാനായിരുന്നു ഇതുപോലെ പോയിട്ട് പോരാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബീച്ച് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറായിൽ. അവിടെ പോകുന്ന വഴിക്കാട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. ഈ ഗെയിമിൽ ഹയസാറായും മാമായും ആയിട്ടോ ജയിച്ചത്. ആൾ ചെറിയ കുട്ടിയായിരുന്നു, ഒരാൾക്കും കൂടെ ഒരു അഡൾട്ടിനും കൂടെ കയറായിരുന്നു അതിൽ. അങ്ങനെ അവരതിൽ വിൻ ചെയ്ത് വിജയശ്രീ ലാളിതരായി ഇറങ്ങി വന്നു. അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ല കേട്ടോ. ആൾക്ക് ഫുഡൊന്നും വേണ്ട, ആ ഗെയിം തന്നെ കളിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടത് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. കുറച്ച് വരാൻ മടി കാണിച്ചെങ്കിലും പിന്നെ മാമ വിളിച്ചപ്പോൾ ആൾ വേഗം പോന്നു. നമ്മൾക്ക് റിസോർട്ടിൽ 2 മണിയൊക്കെ ആകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് പോയ വഴിയെ തന്നെ തിരിച്ച് കാക്കനാടെത്തി അവിടെ നിന്ന് ആട്ടോ ചെറായിക്ക് പോയേ. സീ പ്രൈഡ് ചെറായി ബീച്ച് വ്യൂ ഹെറിറ്റേജ് അവിടെയായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അത്യാവശ്യം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ബീച്ച് വ്യൂ റിസോർട്ട് എന്ന് പേര് പോലെ തന്നെ ബീച്ചിലേക്ക് അതിൻ്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ തുടങ്ങി സാറാ പറഞ്ഞു അവൾക്ക് ബീച്ചിൽ പോകണം, മണ്ണ് വാരണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയായിരുന്നു കേട്ടോ. സാറാനെ കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുക്കും കേട്ടോ. ഇവൾ ഇന്നത്തെ ട്രാവലിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ട്രെയിനിൽ കയറണം, ബോട്ടിൽ കയറണം, പിന്നെ മീൻ പിടിക്കുന്ന കാണണം, ആൾക്ക് ബീച്ചിൽ പോയി മണ്ണ് വാരണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, പൂളിൽ ഇറങ്ങണം. ആദ്യം ഞങ്ങൾ വിചാരിച്ചു മൂന്നാർ പോയിട്ട് പൂളിലുള്ള ഏതെങ്കിലും റിസോർട്ടിൽ പോകാമെന്ന്. പിന്നെയാണ് പ്ലാൻ ബി മാമ ഇങ്ങനെ അറേഞ്ച് ചെയ്തത് കേട്ടോ. അങ്ങനെ അടിപൊളി റിസോർട്ടായിരുന്നു. അത്യാവശ്യം ക്യാരംസും ഗെയിമുകളും ഒക്കെ ഉണ്ടായിരുന്നു. വലിയവർക്കും ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വൈകിട്ടായപ്പം ബീച്ചിൽ പോയി അവൾ പറഞ്ഞ പോലെ മണ്ണൊക്കെ വാരി ഒത്തിരി നേരം കളിച്ച് രാത്രിയാവാനായപ്പോൾ തിരിച്ച് റിസോർട്ടിലെത്തി. പൂളിലും ഇറങ്ങി ഒരു രാത്രി 11:30-12 മണി വരെയും ഫുഡൊക്കെ കഴിക്കാനൊക്കെ വലിയ മല്ലായിരുന്നു വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ കിടന്നുറങ്ങിയ. ആൾ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. ആളെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ആൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിക്സ് വേപ്പർ റബ്ബ് എടുക്കും, പിന്നെ പനിയുടെ മരുന്നും എടുക്കും, സ്വെറ്ററും എടുക്കും. അതുപോലെ പൂളുള്ള റിസോർട്ടൊക്കെ ആണെങ്കിൽ ആളുടെ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ എടുക്കും. ബീച്ചിൽ പോയപ്പം 2 ചേട്ടന്മാരെ അവൾക്ക് കൊടുത്തതാട്ടോ ഒരു ബോള്. കുഞ്ഞിതാണെങ്കിലും കുഞ്ഞു ഗിഫ്റ്റുകൾ കിട്ടുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പം രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ചേട്ടൻ മീൻ പിടിക്കണ കണ്ടിട്ട് അത് ആൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ചേട്ടൻ കയറി വരുന്നതിന് മുമ്പ് തന്നെ മീൻ പിടിക്കണത് കാണാൻ പോയി. അതും കണ്ട് മീനേയും പിടിക്കുന്നതും കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. ആൾ മൊത്തത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തതായിരുന്നു കേട്ടോ. ഫിഷ് വീഡിയോസ് അവൾ ഒരുപാട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോട്ടും എല്ലാം കാണുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മൊത്തത്തിൽ ആളുടെ 3rd ബർത്ത്ഡേ വിഷ് ഇക്കാക്കാനെയും കൊണ്ട് പറ്റും പോലെ മാമാനെയും കൊണ്ട് പറ്റും പോലെയും ഹാപ്പി ആക്കി കൊടുത്തു കേട്ടോ. കാരണം ഇത്തവണ ബർത്ത്ഡേന് വലിയ ഫങ്ഷനൊന്നും വേണ്ടാന്ന് തന്നെ ഓൾറെഡി ഡിസൈഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാതെ ആയിരുന്നു ബർത്ത്ഡേ. ആളുടെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുത്തുകൊണ്ട് ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ അവൾക്ക് മാത്രമായിട്ട്. ആളുടെ ബർത്ത്ഡേ വിഷ് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല കേട്ടോ. കുറച്ചുകൂടെ ലിസ്റ്റ് ഉണ്ട്, അത് ബാക്കി പിന്നെ.